അധ്യായം 39. ജീവിതത്തിൽ പ്രത്യാശയും നിരാശയും വരുവാൻ കാരണം നമ്മളിൽ ആശ ഉള്ളത് കൊണ്ടാണ്. നമ്മൾക്ക് ചുറ്റും നോക്കിയാൽ എത്ര ആളുകളെ കാണുവാൻ കഴിയും. ആശയേറ്റ് ജീവിക്കുന്നവരെ. നമ്മുടെ ജീവിതങ്ങളിൽ ആശ ഇല്ല എങ്കിൽ എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാകുമായിരുന്നു? ഏത് മനുഷ്യനും ആശിക്കുന്നതിന് തെറ്റ് പറയാൻ സാധിക്കുമോ? അങ്ങനെ ആശിക്കുന്നത് കൊണ്ടല്ലേ ഇന്ന് എന്തെങ്കിലും നിലയിലായിത്തീരുന്നത്. നമ്മുടെ ജീവിതങ്ങളിൽ സന്തോഷം വേണം എങ്കിൽ ജീവിതത്തിൽ ആശകൾ ഉണ്ടാകണം. മനുഷ്യർക്ക് ജീവിതത്തിൽ എന്തെങ്കിലും നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ആശകൾ ഉണ്ടായി കാണും. ആശകൾ കണ്ടുപിടിക്കുക, നമ്മുടെ സന്തോഷങ്ങൾ നിലനിർത്തുന്ന ആശകൾക്ക് പിന്നാലെ മാത്രം പോകുക. എത്രയൊക്കെ ആശ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ജീവിതത്തിൽ നിന്ന് സന്തോഷം നഷ്ടപ്പെടുത്തുന്ന ആശകൾക്ക് പിന്നാലെ പോകാതിരിക്കുക. നമ്മളെ ആശയോടെ സ്നേഹിക്കുന്ന ഒത്തിരി ആളുകൾ നമുക്ക് ചുറ്റിലുമുണ്ടാകും. എല്ലാവരോടും തിരിച്ചു സ്നേഹിക്കാനും സ്നേഹം പ്രകടമാക്കാനും നമ്മുടെ ഉള്ളിലെ ആശ സമ്മതിക്കണമെന്നില്ല. തെറ്റായ പ്രവർത്തികൾ നിരാശ മാത്രമേ സൃഷ്ടിക്കുകയുള്ളൂ. തുടർന്ന് ദുഃഖവും. നമ്മൾക്ക് വേണ്ടതും വേണ്ടാത്തതും തിരിച്ചറിയാൻ സാധിക്കണം. നമ്മുടെ ആശകളെ നേരായ വഴിക്ക് കടത്തിവിടുക, എങ്കിൽ ജീവിതത്തിൽ വിജയവും സന്തോഷവും കടന്നു വരും. ജീവിതത്തെ ആശയോടെ കാണുവാനും ആശയറ്റ് ജീവിക്കുന്നവർക്ക് പ്രത്യാശ കൊടുക്കുവാനും എല്ലാവർക്കും കഴിയട്ടെ.